അന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ ഒരൊറ്റ ദിക്കിലെ ഒരു പരിപാടി തെയ്യല്ല, തമ്പുരാട്ടിയല്ല, ഉത്സവമല്ല, ഗാനമേള, നാടകം എന്ത് തന്നെയായാലും നമ്മൾ ഒഴിവാക്കുന്ന പരിപാടിയില്ല. എന്ത് സാഹസം കാണിച്ചിട്ടെങ്കിലും അവിടെ എത്തിപ്പെടും. ഗാനമേള എന്നൊക്കെ പറഞ്ഞാൽ ജീവനാ, എങ്ങനെ അവിടെ എത്തിപ്പെട്ടേ തീരൂ, അങ്ങനത്തെ ഒരു കാലഘട്ടമാണ്. ആ ദിവസം നല്ല പരിപാടിയാന്ന് പറഞ്ഞിട്ട് പരിപാടി ഇട്ട് ദിക്കിലേക്ക് പോകാൻ നോക്കുമ്പോൾ കുറച്ച് വൈകി. അപ്പോൾ ആ പരിപാടി തുടക്കത്തിലേ കാണണം എന്നെല്ലാവരും പ്രത്യേകിച്ചിട്ട് പറയാം. 1-2 ദിക്കിൽ അവരെ പരിപാടി കഴിഞ്ഞിട്ട് അത് കണ്ടവരെല്ലാം പറഞ്ഞ് അത് സ്റ്റാർട്ടിങ്ങിൽ തന്നെ കാണാം, അടിപൊളി പരിപാടിയാണ്. വൈകിയ ബേജാറിൽ എങ്ങനെയെങ്കിലും എത്തിയപ്പോൾ മതി എന്ന് വിചാരിച്ചിട്ട് അങ്ങ് വിട്ടതാ വണ്ടി. അമ്പലപ്പറമ്പിൽ എത്താനാകുമ്പോൾ അന്ന് ഭയങ്കര ബഹളം കേൾക്കുന്നു. ഞാൻ കരുതി എന്തോ അത്രയും സൂപ്പറായിട്ടുള്ളൊരു സോങ് കേട്ടിട്ട് ജനങ്ങളങ്ങനെ ഇളകി ഇതായിട്ടുള്ള സമയമാണ്. സ്റ്റേജിനടുത്തെത്താനാകുമ്പോഴല്ലേ ബഹളം, അടിപിടിയാണ്, കമ്മിറ്റിക്കാരുമായിട്ടുള്ള പ്രശ്നം. ഇതെന്താ സംഭവം എന്നറിയണ്ടേ? വേഗം വണ്ടി അവിടെ സ്റ്റാൻഡിലിട്ട് സ്റ്റേജിൻ്റെ അടുത്തേക്ക് പോയി. അവിടെ പോയി നോക്കിയപ്പോൾ അന്നേരാന്ന് അറിയുന്നത് ഗാനമേളയിൽ മെയിനായിട്ട് പാടേണ്ട ഗായകൻ എത്തിയില്ല. അയാൾ മറ്റൊരു ദിക്കുന്ന് വണ്ടിയിൽ വന്നുകൊണ്ടിരിക്കുകയെന്നു. ഓരേ സാധാരണഗതിയിൽ പരിപാടി ഇവർ അനൗൺസ് ചെയ്ത ടൈമും കഴിഞ്ഞ് വീണ്ടും 1 മണിക്കൂർ ജനങ്ങൾ വെയിറ്റ് ചെയ്ത് ജനങ്ങളെ ക്ഷമ നെല്ലിപ്പടി കണ്ടിരിക്കുന്ന സമയമാണ്. ആ പോയതിന് ശേഷം ഞാനും ഒരു മണിക്കൂറോളം ഞാനും വെയിറ്റ് ചെയ്തു. പിന്നെ എനിക്ക് തോന്നി ഇത് പരിപാടി നടക്കുന്ന സംശയമാണെന്ന്. കമ്മിറ്റിക്കാരോട് ചോദിച്ചു. അവർ പറഞ്ഞു ചാൻസ് കുറവാണ്, മെയിനായിട്ട് പാടേണ്ട ആൾ ഇനി ഇന്ന് എത്തിപ്പെടുമോ എന്നുള്ള കാര്യത്തിൽ ചെറിയൊരു സംശയമുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കാണെങ്കിൽ എന്തായാലും വീട്ടിലേക്ക് 1 മണിക്കൂറെങ്കിലും റണ്ണിങ് ഉണ്ട്. ഇനി ഞാൻ ഈ ഉറക്കം ഇനി വലിയൊരു അടിസ്ഥാനമൊന്നുമില്ലാന്ന് കരുതി ഞാൻ തിരിച്ചു വരുന്ന സമയത്ത് നമ്മളെ വീട് ഏകദേശം 1 മണിക്കൂർ ഓടിയാലേ സ്റ്റേജിൻ്റെ അടുത്ത് എത്തുള്ളൂ. ആ വരുന്ന വഴിക്ക് വിജനമായൊരു സ്ഥലമുണ്ട്. ഒന്നുമല്ലാത്ത സമയം, എന്തായാലും 1 മണിയോ 1:30 മണി ആയിട്ടുണ്ടോ. ഒരാൾ കൈ നീട്ടി. ഞാൻ കരുതി ഈ നട്ടപ്പാതിരക്ക് ഈ സ്ഥലത്തുനിന്ന് ഇയാൾക്ക് എന്ത് വണ്ടി കിട്ടാനാണ്, എന്താ കയറിക്കോട്ടെ എന്ന് വിചാരിച്ചു. ഞാൻ വണ്ടി നിർത്തി. പക്ഷി വേഗം കയറി. എങ്ങോട്ടാ പോകേണ്ടത്? നിങ്ങളെങ്ങോട്ടാ പോകുന്നത്? ഞാൻ അങ്ങോട്ടേക്ക് വരാം, എനിക്ക് മെയിൻ റൂട്ടിലെത്തിയാൽ മതി. ഓക്കെ. അപ്പോൾ ഞാൻ എന്തെങ്കിലും കുശലം ചോദിക്കണ്ടേ, ആദ്യമായിട്ട് കണ്ട ആളല്ലേ. ഞാൻ ചോദിച്ചു, നിങ്ങൾ ഈ സമയത്ത് എങ്ങോട്ടാണ് പോകുന്നത്? അതെ, ഞാനൊരു കലാകാരനാണ്. കലാകാരൻ എന്ന് പറഞ്ഞാൽ ഞാൻ പാട്ടുകാരനാണ്. ഓഹോ, അത് ശരി. അപ്പോൾ നിങ്ങൾ ഗാനമേളക്ക് പോകുന്നേ? അതെ, എനിക്കൊരു സ്റ്റേജ് പ്രോഗ്രാമുണ്ട്, അതിനെത്താൻ വേണ്ടിയിട്ടുള്ള അത്രയും സ്പീഡിൽ ഞാൻ അവിടത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നതാണ്. ആഹാ, അത് ശരി. അപ്പോൾ നിങ്ങൾ എത്ര സ്റ്റേജ്? ഞാൻ ഒരു ദിക്കിൽ സ്റ്റേജ് കഴിഞ്ഞു, അടുത്ത സ്റ്റേജിൻ്റെ ദിക്കിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതാണ്. ഓ, എല്ലാ ദിവസവും ഇങ്ങനെ പ്രോഗ്രാമുണ്ട്? ആ, സീസണായ മിക്ക ദിവസവും ഉണ്ട്. കാരണം ഞാൻ കുറച്ച് മോശമല്ലാണ്ട് കൈകാര്യം ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ട് മിക്കവാറും എല്ലാ ദിവസവും എനിക്ക് പ്രോഗ്രാം ഉണ്ടാവലുണ്ട്. ഞാൻ കരുതി നന്നായി, ഒരു കലാകാരന് ലിഫ്റ്റ് കൊടുക്കാൻ പറ്റിയല്ല. ഹോസ്പിറ്റൽ ജംഗ്ഷൻ എത്താനായപ്പോൾ അവിടെ ഭയങ്കര ആൾക്കൂട്ടം. അവിടെ എത്തി ഞാൻ വേഗം വണ്ടി സ്റ്റാൻഡിൽ വെച്ച് ഓടി. എന്താ പ്രശ്നം വെച്ചു. അപ്പോൾ ഹോസ്പിറ്റലിൻ്റെ മുന്നിൽ തന്നെ ഈ പ്രോഗ്രാമിൻ്റെ വലിയ ഫ്ലക്സ് വെച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാ ഈ പരിപാടി അവതരിപ്പിക്കേണ്ട മെയിനായിട്ടുള്ള ഗായകൻ കുറച്ച് മുമ്പേ ആക്സിഡൻ്റ് ആയിട്ട് മരിച്ചു, ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ അടുത്ത് പോയി നോക്കുമ്പോൾ ഞാൻ ഒന്ന് സംശയിച്ചു. കാര്യം ഞാൻ മരിക്കാനാ, ഇയാളിപ്പോൾ എൻ്റെ കൂടെ വന്നിട്ടുണ്ട്, നിങ്ങൾ വേണമെങ്കിൽ കണ്ടോ, എൻ്റെ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ ബൈക്കിലേക്ക് നോക്കുമ്പോൾ എൻ്റെ കൂടെ ഇരുന്ന ആളില്ല. ഞാൻ ആകെ സ്റ്റക്കായി. ഞാൻ വീണ്ടും നോക്കി, അയാൾ തന്നെ. ഇതിപ്പം എന്താ പറയുക, ഇവരോട് പറയാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു എൻ്റെ കൂടെ ഉണ്ടായ ആളാണത്. അത് എനിക്കിത് ഇപ്പോൾ ഒന്നും പറഞ്ഞാൽ ഒന്നും മനസ്സിലാവില്ല. പിന്നെ ഞാൻ വണ്ടിയാടെ ഉപേക്ഷിച്ചിട്ട് പോകണോ, ഞാൻ അവിടെ തന്നെ കിടക്കണോ, എന്താ ചെയ്യേണ്ടതെന്നുള്ള യാതൊരു പിടിപാടും ഇല്ലാണ്ട് അതെനിക്ക് എൻ്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത സംഭവം. ശരീരം മുഴുവൻ പേരുത്ത്